നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ദ ആവറേജ് സോറി അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രോബ്ലം ഒന്ന് വായിക്കാം. വിജയ് ടെണ്ടുൽക്കർ ഹാസ് certain average for 9 innings. In the 10th inning, he scores 100 runs, thereby increasing his average by 8 runs. His new average is. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് 9 ഇന്നിങ്സിനുള്ളിൽ ആളുടെ സ്കോറിന്റെ ആവറേജ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആവറേജ് ഉണ്ട് 9 ഇന്നിങ്സിൽ. അത് കഴിഞ്ഞ് 10th ഇന്നിങ് ആയപ്പോൾ ആളൊരു 100 റണ്ണ് 10th ഇന്നിങ്സിൽ സ്കോർ ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആളുടെ ആവറേജ് 8 റൺസുമായിട്ട് ഇൻക്രീസ് ചെയ്തു. ആളുടെ ആവറേജ് 8 റണ്ണായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമുക്കറിയില്ല മുന്നത്തെ 9th ഇന്നിങ്സ് വരെ എത്ര ആയിരുന്നു ആളുടെ ആവറേജ് എന്ന് അറിയില്ല. അപ്പോ 9th ഇന്നിങ്സ് നമ്മളൊരു 9th ഇന്നിങ്സിലെ ആവറേജ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. 9th ഇന്നിങ്സ് വരെയുള്ള ആവറേജ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ടോട്ടൽ റൺസ് എത്രയായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റൺസ് ഡിവൈഡഡ് ബൈ എത്ര? 9 അല്ലെങ്കിൽ 9 ഇന്നിങ്സ്. അപ്പോൾ എത്ര ഇന്നിങ്സ് ഉള്ളത്? 9 ആണ്. അപ്പൊ ടോട്ടൽ റൺ ഈസ് ഈക്വൽ ടു 9x. ഇപ്പൊ 9x എന്ന് നമുക്കറിയാം. 9 ഇന്നിങ്സിനുള്ളിൽ സ്കോർ ചെയ്ത റൺസ് എത്ര? 9 ഇൻറ്റു എക്സ്. 9 ഇന്നിങ്സിന്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ ഇത്രയും കേസുകൾ നമുക്കറിയാം. ഇനി അടുത്ത് നമുക്കറിയേണ്ടത് 10th ഇന്നിങ്സിൽ നമ്മളോട് പറയുന്നതാ. 10th ഇന്നിങ്സിൽ ആളൊരു 100 റൺ എക്സ്ട്രാ സ്കോർ ചെയ്തു. അപ്പോൾ ഇതുവരെയുള്ള 10th ഇന്നിങ്സിലെ ആവറേജ് എങ്ങനെയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? 10th ഇന്നിങ്സിലെ ടോട്ടൽ റൺ എത്ര? ടോട്ടൽ 10th ഇന്നിങ്സിലെ ടോട്ടൽ റൺ ഈസ് ഈക്വൽ ടു 100 പ്ലസ് 9x. 9x എന്ന് പറയുന്നത് 9th ഇന്നിങ്സ് വരെയുള്ള ടോട്ടൽ റണ്ണ്. അപ്പോൾ 10th ഇന്നിങ്സിൽ നമ്മളോട് പറഞ്ഞിട്ട് ഒരു 100 സ്കോർ എക്സ്ട്രാ 100 റൺസ് എക്സ്ട്രാ ആള് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10th ഇന്നിങ്ങിലെ ടോട്ടൽ റൺ എന്ന് പറയുന്നത് 100 പ്ലസ് 9x. നമ്മളോട് പിന്നെ വേറൊരു കേസ് പറഞ്ഞത് എന്താ? 10th ഇന്നിങ്സിൽ ഈ വിജയ് ടെണ്ടുൽക്കറിന്റെ ആവറേജ് സ്കോർ 8 റണ്ണായിട്ട് കൂടി. എന്തിന്ന്? എക്സ് ചെയ്ത്. മുന്നത്തെ ആവറേജ് എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു. ഇപ്പോഴത്തെ ആവറേജ് എന്ന് പറയുന്നത് 8 റണ്ണായിട്ട് കൂടി. അപ്പോ ഇപ്പോഴത്തെ ആവറേജ് 10th ഇന്നിങ്സിലെ ആവറേജ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 8 ആണ്. അപ്പോ 10th ഇന്നിങ്ങിലെ ആവറേജ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 8. ഇപ്പൊ നമുക്കറിയാം എന്ത്? ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇന്നിങ്സ്. 10th ഇന്നിങ്സിലെ ടോട്ടൽ റൺ എത്ര? 100 പ്ലസ് 9x. ടോട്ടൽ ഇന്നിങ്സ് എത്ര? 10 ആണ്. ഈസ് ഈക്വൽ ടു ആവറേജ് എത്ര? എക്സ് പ്ലസ് 8 ആണ്. അപ്പോൾ നമ്മൾ ഈ എക്സ് സോൾവ് ചെയ്തു. 9x plus 100 divided by 10 is equal to x plus 8. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x is equal to 20 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ പ്രോബ്ലം? അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ കാണാം.